കാലടികൾ. ചെറുകഥ. കുളിരുള്ളൊരു പ്രഭാതത്തിൽ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരുന്ന സഞ്ജുവിനെ നോക്കി അയലത്തെ ചേച്ചി വിളിച്ചു ചോദിച്ചു, എന്താടാ പോത്തിനെ പോലെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നത്? അവളുടെ ചോദ്യം കേട്ടാൽ അറിയാം ഇന്ന് നേരത്തെ എവിടെയോ പോകാനുണ്ടെന്ന്. സഞ്ജു വീണ്ടും മുങ്ങാൻ കുഴിയെടുത്തത് കണ്ടവൾ പറഞ്ഞു, തല തുറത്തി വീട്ടിൽ പോടാ, അനുസരിച്ചില്ലെങ്കിൽ അമ്മയോട് പറഞ്ഞ് നല്ല തല്ല് മേടിച്ചു തരും എന്ന കാര്യം ഓർത്തപ്പോൾ വേഗം കുളത്തിൽ നിന്ന് കയറി തല തുറത്തുവാൻ തുടങ്ങി. ചേച്ചി ചുരിദാറിന്റെ പാൻറ് അഴിച്ച് മാറ്റി ടോപ്പ് പൊന്തിച്ചു പിടിച്ച് കുളത്തിലേക്ക് ഇറങ്ങുന്നത് നോക്കി നിന്നപ്പോൾ വീണ്ടും ചീത്ത. എന്ത് കാഴ്ച കാണാനാണ് നിൽക്കുന്നത്, വേഗം വീട്ടിൽ പോടാ. അതുകൂടി കേട്ടപ്പോൾ അവൾക്കൊരു ചവിട്ട് കൊടുത്താലോ എന്ന് തോന്നി. വീട്ടിൽ വേഗം ചെന്ന് ഒരുങ്ങി കുറച്ച് കൂടുതൽ പൗഡർ മുഖത്തേക്കിട്ട് കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നത്. എടാ, റിസൾട്ട് ഓൺലൈനായി അറിയാമെന്ന്, പിന്നെ എന്തിനാ നീ സ്കൂളിൽ പോണേ? അമ്മയുടെ ഓരോ സംശയങ്ങൾ. അതെ, ഞാൻ വരുമ്പോഴേക്കും കേക്ക് വാങ്ങി വെച്ചോളൂ, മറക്കല്ലേ. സ്ട്രോബെറി തന്നെ വേണം. പുറത്തേക്ക് ഇറങ്ങി സൈക്കിളും എടുത്ത് സഞ്ജു പാഞ്ഞു. മനസ്സിൽ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. 75% മാർക്ക്. ഇതുകൊണ്ടൊരു കാര്യമില്ലെന്നറിയാം, പക്ഷേ അമ്മയ്ക്ക് അത് ധാരാളമായി തീയായിരുന്നു. എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയെന്നാണ് ആ പാവം അമ്മ പ്രാർത്ഥിച്ചിരുന്നത്. കുറച്ച് അകലെയുള്ള സ്കൂളിൽ +1 ചേർന്നു. പുതിയ കൂട്ടുകാരെയും കിട്ടി. അങ്ങനെ വീണ്ടും തിമർത്ത് നടക്കാൻ തുടങ്ങി. ഉച്ചഭക്ഷണത്തിന് ഒന്നും കൊണ്ടുവരാറില്ല. ലഞ്ച് ബോക്സ് പിടിക്കുന്നതെല്ലാം പഴഞ്ചൻ ഏർപ്പാടാണെന്ന് അവൻ കരുതി. സ്കൂളിന് പുറത്ത് റോഡിനരികിലായി ഒരു തട്ടുകടയുണ്ടായിരുന്നു. സഞ്ജു അവിടെ പോയി നോക്കിയപ്പോൾ വയസ്സായ ഒരു സ്ത്രീയാണ് ഒക്കെ നടത്തുന്നത് മനസ്സിലായി. വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന ദോശയും ഇഡ്ഡലിയുമായിരുന്നു അവിടുത്തെ പ്രധാന ഭക്ഷണം. സഞ്ജു സ്ഥിരം അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. അവനോടുള്ള ഇഷ്ടം കാരണം ആ സ്ത്രീ പ്രത്യേകം പലഹാരങ്ങൾ കൊണ്ടുകൊടുത്തിരുന്നു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. അവന്റെ അവിടുത്തെ പഠിപ്പും കഴിഞ്ഞു. അവനെ യൂറോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. വിദ്യാഭ്യാസത്തോടൊപ്പം ജോലിയും എല്ലാമായി നീണ്ട 5 വർഷത്തിന് ശേഷം നാട്ടിലെത്തി. അമ്മയും അച്ഛനും എല്ലാം പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്ന് അവന് തോന്നി. പണ്ടുണ്ടായിരുന്ന കൂട്ടുകാർ മിക്കവരും നാട്ടിലെന്നറിഞ്ഞപ്പോൾ പ്രയാസം തോന്നിച്ചു. താൻ പഠിച്ചിരുന്ന സ്കൂളും ടീച്ചർമാരെയും കാണണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. സ്കൂളിൽ പോയി പഴയ ഗുരുക്കന്മാരെ കാണുകയും ഓർമ്മ സന്തോഷത്തിൽ തിരിച്ചിറങ്ങിയപ്പോൾ താൻ പണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത് ഓർക്കുകയും വണ്ടി നിർത്തി കട നോക്കിയപ്പോൾ തകർന്നു കിടക്കുന്ന കടയും പുല്ലുകൾ വളർന്ന് കാടായി കിടക്കുന്നതും കണ്ടു. കുറച്ചു മാറി പുതിയൊരു കട തുറന്നിരിക്കുന്നത് കണ്ടിട്ട് സഞ്ജു അവിടേക്ക് പോയി. അമ്മുമ്മയെ കുറിച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞു കൊടുത്തത് പ്രകാരം അന്വേഷിച്ചു പോയി. അമ്മുമ്മയെ കണ്ടെത്തി. ഒരു ചെറിയ വീട്ടിൽ ഉമ്മറപ്പടിയിലിരുന്ന് താൻ വളർത്തുന്ന പൂച്ചകളോടും പക്ഷികളോടും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മുമ്മയെ എൻ്റെ ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി കണ്ണുകളുടെ കാഴ്ചപരിധി മങ്ങിയെന്ന്. അവൻ പറഞ്ഞു, അമ്മാമ്മേ, ഞാൻ സഞ്ജുവാ, ഓർമ്മയുണ്ടോ? അമ്മുമ്മ എന്തോ ഓർത്ത് നോക്കി, പിന്നെ പല്ലില്ലാത്ത മോണ കട്ടിച്ചിരിച്ചു. അത് കേട്ടുകൊണ്ട് അകത്ത് നിന്നൊരു സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല, ഞാനൊരു ബന്ധുവായി ഇങ്ങനെ പോന്നു. സഞ്ജു പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അമ്മുമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മുമ്മയെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരം നിന്നിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. സഞ്ജുവിന്റെ കണ്ണുകൾ ഏറിനണിഞ്ഞിരുന്നു. അവന്റെ മനസ്സപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള അമ്മുമ്മയെ കുറിച്ചായിരുന്നു ഓർത്തിരുന്നത്. ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിന് പുറത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ട് സഞ്ജു യാത്രയായി. സ്റ്റോറി SK വടക്കൻ.